ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരത്തെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് കേട്ടോ. നമ്മുടെ സിറ്റൗട്ടിലിരുന്നാൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. പുറത്തൊക്കെ പോയിട്ട് വന്ന് കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തി അങ്ങനെ ഇരുന്നു. നല്ല വെയിലും ചൂടുമായിരുന്നുകൊണ്ട് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു കേട്ടോ പോയിട്ട് വന്നപ്പം. അപ്പോൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ എന്താന്ന്. നേരെ പോയി ഫ്രിഡ്ജ് തുറന്ന് തണ്ണിമത്തനൊക്കെ എടുത്തു. തണ്ണിമത്തൻ ശരിക്കും പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. തിരിച്ചെടുക്കാൻ മറന്നുപോയി. ഏതാണ്ട് 1-2 മണിക്കൂറിനകം ഫ്രീസറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യെ താഴെ എടുത്ത് വെച്ച് കുറച്ച് തണുപ്പിക്കുകയാണ് ചെയ്തത്. തണുപ്പ് മാറ്റിയാണ് കേട്ടോ ചെയ്തത്. പിന്നെ വേഗം അത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മേ, തണ്ണിമത്തന് തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും കല്ല് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു കല്ല് വരുമെന്നായേനെയും. അതുപോലെ നല്ല തണുത്തിട്ടായിരുന്നു കേട്ടോ. കൈയൊക്കെ ശരിക്കും മരച്ചു. പിന്നെ എന്തായാലും കുടിക്കേണ്ട ആവശ്യം എൻ്റെ ആണല്ലോ എന്നോർത്ത് വേറൊന്നും നോക്കിയില്ല. ചൂടിനൊരാശ്വാസം കിട്ടുമെന്ന് കരുതി വേഗം തന്നെ നമ്മളെല്ലാം മുറിച്ച് ബൗളിലേക്ക് സെറ്റാക്കി. കണ്ടില്ലേ മുറിച്ച് വെച്ചിരിക്കുന്നത്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. കൊള്ളാൻ എനിക്കിഷ്ടമായി. ഇനി ഇത് നമ്മൾ നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇടണം. ശരിക്കും ജ്യൂസർ ഉണ്ട് കേട്ടോ അടിക്കാൻ, പക്ഷേ എനിക്ക് അതിൽ അടിക്കുന്നത് അത്ര പരിചയമില്ലാത്തത് കൊണ്ട് മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും നമ്മൾ തണ്ണിമത്തൻ ഇങ്ങനെ മുറിച്ചെടുത്തൊരു ബൗളിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം കഷ്ണമൊക്കെ പെറുക്കിയിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് ഒരുപാട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഫ്രീസറിൽ വെച്ചിരുന്നതുകൊണ്ടാന്ന് തോന്നുന്നു അധികം അങ്ങനെ ജ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മുറിച്ച് വെച്ചതിൽ ഒരു കഷ്ണം തണ്ണിമത്തൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആണ്ട കിടക്കുന്നു, മധുരം കുറവാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, 2 സ്പൂൺ പഞ്ചസാരയും കൂടെ അതിനകത്തേക്ക് ഇട്ട് നേരെ മിക്സിയിൽ ഒറ്റയടിയായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തണ്ണിമത്തനൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ നല്ലതുപോലെ ജ്യൂസി ആയിട്ട് നല്ല വെള്ളം അതിൽ തന്നെ ഉണ്ടാവുന്നല്ലേ. ഇത് ഫ്രീസറിൽ വെച്ച് ഞാൻ മരപ്പിച്ച് വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ കോരി തിന്നാൻ പരുവത്തിനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇടം വല്ലം നോക്കാതെ 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ. എനിക്കും അമ്മയ്ക്കും മാത്രം മതി. കാച്ചു നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചു. കാച്ചുവിനെ എഴുന്നേപ്പിച്ച് കഴിഞ്ഞാൽ കാച്ചു ഉപ്പ് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അതുകൊണ്ട് വീണ്ടും 2 ഗ്ലാസ് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുത്തു കേട്ടോ. ഇനി അടുത്തതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ അടിച്ച ജ്യൂസ് ആയതുകൊണ്ടൊന്നും പറയാനൊന്നും ഇല്ല, അടിപൊളിയായിരിക്കും എന്ന് എനിക്കറിയാം. എന്തായാലും കൊള്ളായിരുന്നു. ഇനി അടുത്തത് നമ്മൾ 2 ഗ്ലാസ്, അതായത് നമ്മൾ ജ്യൂസിൻ്റെ ഗ്ലാസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 2 ഗ്ലാസ് ജ്യൂസ് സെറ്റ് ചെയ്തു. അമ്മ ഈ ഇത്രയും തണുപ്പോടെ കുടിക്കില്ല കേട്ടോ, കുറച്ച് തണുപ്പ് മാറിക്കഴിഞ്ഞിട്ടേ കുടിക്കുള്ളൂ. പക്ഷേ എനിക്ക് നല്ല തണുപ്പോട് കൂടി കുടിക്കുന്ന ഇഷ്ടം. കാരണം ആ ചൂടത്ത് ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുമ്പോൾ മനസ്സ് വരെ തണുക്കും. ജ്യൂസ് അടിക്കുന്ന നേരത്തിന് അമ്മ കുഞ്ഞിനായിട്ട് മുറിയൊക്കെ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കും വേഗം ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്ത് കുറച്ച് കുടിച്ചിട്ട് ബാക്കി അവിടെ മാറ്റി വെച്ചു കേട്ടോ. തണുപ്പ് മാറി കഴിഞ്ഞിട്ട് കുടിച്ചോളാന്ന് പറഞ്ഞു. ഇനി അടുത്തത് എൻ്റെ ജ്യൂസും എടുത്തുകൊണ്ട് വന്ന് ഞാനും എൻ്റെ വിശ്രമ കേന്ദ്രത്തിൽ ആസനസ്ഥയായിട്ടുണ്ട്. ഈ ആസനസ്ഥയുടെ അർത്ഥമൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു ഗുമ്മിന് പറഞ്ഞതാ. ആസ്വദിച്ചിരുന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, നമ്മൾ ഇൻഡോർ പ്ലാന്റ് മേടിക്കാൻ പോയപ്പോൾ നമ്മൾ ഗൂഗിളിൽ കണ്ടൊരു പ്ലാന്റ് അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അന്ന് ഞങ്ങൾ പല ഷോപ്പിലും കയറി ഇറങ്ങി, പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അവർ സെറ്റ് ചെയ്ത് കൊണ്ടുതരാം, എന്നിട്ട് വിളിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുഞ്ഞപ്പനൊരു സൈഡിൽ നിന്ന് അലമ്പുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയ്യെ കുഞ്ഞപ്പനെ കൂടെ എടുത്ത് ഫാനിൻ്റെ കീഴിൽ വന്നിരിക്കാമെന്ന് ഓർത്തു. അങ്ങനെ കുഞ്ഞപ്പനെ എടുത്തപ്പോൾ കുഞ്ഞപ്പന് ഭയങ്കര സന്തോഷം. എൻ്റെ ചമ്പുടാൻ നമ്മുടെ തക്കട മുത്താണ് കേട്ടോ. പിന്നെ മറ്റുള്ള ചിന്താവിഷയങ്ങളൊക്കെ മറന്ന് കുഞ്ഞനെയായിട്ട് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ച്. കുഞ്ഞനെ എപ്പോൾ എടുത്താലും എനിക്ക് കുഞ്ഞിപ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ എടുത്താലും എനിക്ക് ഉമ്മ കൊടുക്കാൻ തോന്നും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുത്തോണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ വഴക്കം പറയാറുണ്ട്, എടി കൊച്ചിൻ്റെ കവിള് ചാടുകൂടി, കൊച്ചിനെ ഉമ്മ വെക്കാതിരി എന്ന് പറഞ്ഞു. എന്നാലും സ്വന്തം കൊച്ചിനെയല്ലേ ഒത്തിരി ഉമ്മ വെക്കാൻ പറ്റുള്ളൂ അല്ലേ. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഞാനത് കൊടുത്തോണ്ടിരിക്കും. ജ്യൂസ് എടുത്ത് കുടിക്കാൻ നേരം എനിക്കതാ ഇപ്പോൾ കിട്ടുമെന്നും കരുതി കുഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തണുപ്പ് കാരണം അയലൊക്കെ തടിപ്പിക്കാൻ പറ്റില്ല, ഓൾറെഡി ജലദോഷമായിരുന്നു. അങ്ങനെ കുഞ്ഞനെയും കൊതിപ്പിച്ച് കുഞ്ഞനെയും കളിപ്പിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞപ്പൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തിന് വേഗം പോയി കുളിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പ്ലാന്റ് വന്നിട്ടുണ്ട്, വേഗം ഇറങ്ങി തഴവായോ എന്ന് പറഞ്ഞു. അവർക്ക് ഹോം ഡെലിവറി അവൈലായിരുന്നത് കൊണ്ട് ഓടിക്കതിച്ച് വേഗം ഇറങ്ങി ചെന്ന് കൈപ്പറ്റിയിട്ട് സാധനം കൊള്ളാലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഈ ഓർക്കിഡോ ആ സാധനം പോലില്ലേ നമ്മുടെയൊക്കെ നട്ട് വളർത്തുന്നത്, ശരിക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇൻഡോർ പ്ലാന്റ് ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചത്. പ്ലാന്റ് കുറച്ച് വലുതായപ്പോൾ ആ ടേബിളിൽ വെക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത്. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൻ്റെ ലീഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ആണെന്ന് ശരിക്കും പറയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ പ്ലാസ്റ്റിക് തന്നെയാണെന്ന് നമ്മൾ പറയുള്ളൂ. അതിൻ്റെ ലീഫെ നമ്മൾ പിടിച്ച് നോക്കിയാലും ഒരു പ്രത്യേക കട്ടിയാണ്. ശരിക്കും പിടിച്ച് നോക്കിയാലും നോട്ടത്തിലും ഒക്കെ നമ്മൾ പ്ലാസ്റ്റിക് ആണെന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഒരെണ്ണം വിടരാറായി നിൽപ്പുണ്ട്, ഒരെണ്ണം വിടർന്ന പൂവാണ്. അപ്പോൾ കുറേ നേരം ആ ചെടിയുടെയും പൂവിൻ്റെയൊക്കെ സൗന്ദര്യം കണ്ട് കുറേ നേരം അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കിയിട്ട് ഇനി അത് നമുക്ക് ടേബിളിൽ സെറ്റ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ഇനി ഉറക്കത്തിന് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബൈ.